ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കളിപ്പാട്ടമാണെങ്കിലും ആ ലോറി കണ്ടപ്പോ ദിയമോളുടെ അച്ഛന്റെ ആക്സിഡന്റ് ഓർമ്മ വന്നു. ആക്സിഡന്റോ? അത് അമ്മേ പണിപ്പാളോ? വാ. നിക്ക്. എവിടെയായിരുന്നു അമ്മയും മോനും? ചോദിച്ചിട്ടില്ലേ എവിടെ ആയിരുന്നു? ചേകന്റെ വീട്ടില്. കൊള്ളാം. ചോറ് ഇവിടെയും കൂറവിടെയും. ഇവള് നിന്നോട് കാര്യങ്ങളൊക്കെ ഒളിപ്പിക്കാൻ തുടങ്ങിയത് ആ നശിച്ചവളുടെ കാല് കുത്തിയതിനു ശേഷം. ഒരമ്മയ്ക്ക് മകനെ കാണാൻ പോകാൻ ആരുടെ അനുവാദമൊന്നും ആവശ്യമില്ല. അച്ഛനില്ലാത്ത സ്ഥിതിക്ക് അമ്മയെങ്കിലും ഉള്ളതൊരാശ്വാസം കൂടിയാ. ജിതേന്ദ്രൻ അവിടെ നിൽക്കൂ. സഹോദര സ്നേഹം അണപൊട്ടി വന്നിട്ട് സ്വന്തം അനിയനെ കാണാൻ പോയതാണോ നീ? അച്ഛാ, അത് അമ്മ ഒരിടം വരെ പോണം, കൂടെ വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയതാ. അവിടെ എത്തിയപ്പോഴല്ലേ ജഗന്റെ വാടക വീടാന്ന് മനസ്സിലായത്. അങ്ങനെയാണ് കാര്യം. അത് ശരി, അതുപോലെ അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളാ അച്ഛാ. ജഗനും വന്ദനയും നല്ല സ്നേഹത്തിലാ കഴിയുന്നത്. അപ്പൊ കുട്ടി പിശാചോ? ദിയമോൾക്ക് കുറെ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചോണ്ടാ പോയത്. അതിലൊരു ലോറി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോ ദിയമോൾക്ക് പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ വന്നു. കളിപ്പാട്ടമാണെങ്കിലും ആ ലോറി കണ്ടപ്പോ ദിയമോളുടെ അച്ഛന്റെ ആക്സിഡന്റ് ഓർമ്മ വന്നു. ആക്സിഡന്റോ? ദിയമോളുടെ അച്ഛന്റെ ആക്സിഡന്റ് നടന്നപ്പോ ആ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറെ ദിയമോൾക്ക് അറിയാന്ന് പറഞ്ഞു. നീ കാര്യം പറയുമ്പോ വ്യക്തമായിട്ട് പറയടാ. അച്ഛാ, ആ ആക്സിഡന്റ് ഉണ്ടാക്കിയ ഡ്രൈവറെ ഇപ്പൊ കണ്ടാലും ആ കുട്ടിക്ക് തിരിച്ചറിയാന്ന്.
എന്താടാ ആക്സിഡന്റ് എന്ന് കേട്ടപ്പോ നിന്റെ മുഖത്തൊരു അങ്കലാപ്പ്. ഏയ് ചേച്ചി കരുതും പോലെ അങ്ങനൊന്നുമില്ല, ഒന്നുമില്ല. ഇവനിതെന്തു പറ്റി? അതിന് ഞാനൊന്നും കരുതിയില്ലല്ലോ. ഇവന്റെ മുഖത്തെന്താ ആക്സിഡന്റിന്റെ കാര്യം കേട്ടപ്പോ ഒരു ഞെട്ടല്. ഇനി ആ ആക്സിഡന്റുമായിട്ട് ഇവൻ എന്തെങ്കിലും ബന്ധം കാണൂ? പണിക്കരങ്കിള് വന്നാ സമയം പോകുന്നത് അറിയില്ല. ഭയങ്കര തമാശക്കാരന്. നല്ല കഥകളൊക്കെ പറയും. ആഹാ, പുരാണ കഥകളാണോ സരോജിനി മുത്തശ്ശി പറയുന്ന പോലെ? അല്ല, അതൊന്നും അറിയില്ല. പറയുന്നതെല്ലാം പട്ടാള കഥകളാ. മതി മതി, പെണ്ണിന് എപ്പോഴും കിരുക്കിക്കൊണ്ടിരിക്കാനേ നേരമുള്ളൂ. അയ്യോ, എന്തിനാ മോളെ നീ അവളെ വഴക്ക് പറഞ്ഞത്? ജഗം വരാൻ ഇനിയും വൈകുമോ? ആ, കുറച്ചുകൂടി കഴിയും. പാവം ജഗൻ, എത്ര വലിയ കോടീശ്വരന. എന്നിട്ടും നിന്നെയും ദേമോളെയും സംരക്ഷിക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിലേക്ക് പോകുന്നു. ഇതിൽ നിന്ന് തന്നെ അറിഞ്ഞൂടെ മോളെ, അവൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഒരുപാട് ജോലിയുണ്ടമ്മേ. എല്ലാം ഒന്ന് അടുക്കും ചിട്ടയാവണമെങ്കിൽ കുറച്ച് നാളെടുക്കും. ജഗന്റെ സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോ നിനക്ക് എന്താ മോളെ ഒരു വെറുപ്പ്? മോളെ, പഴയതൊക്കെ നീ മറന്നോ? പക്ഷേ ദേമോൾ ഇപ്പോഴും നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിനൊറ്റ കാരണേ ഉള്ളൂ, ജഗൻ. അമ്മേ, അറിയാം മോളെ, നിന്റെ കഴുത്തിൽ നീ അറിയാതെ അവൻ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്ര. 1000 നന്മകൾക്കിടയിൽ അവന്റെ ഒരു തെറ്റു മാത്ര നീ കാണാൻ ശ്രമിക്കുന്നത്. നിനക്ക് വേണ്ടി ഒരു ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച് അവന്റെ മനസ്സ് ഇനിയും നിനക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ നിനക്ക് പാപം കിട്ടും. വെറുപ്പുണ്ടായിട്ടല്ലമ്മേ, പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ എന്റെ മനസ്സ് തയ്യാറായിട്ടില്ല. അതുകൊണ്ടാ. മാനത്തെ കൊട്ടാരം